എന്താണ് മക്കളെ ഇവിടെ കല്യാണം ഉണ്ടോ? ഈ ലൈറ്റ് ഇതൊക്കെ ഇട്ടേച്ചിക്കണത് നിങ്ങൾക്ക് അറിയില്ല? 2 ദിവസം മുമ്പ് KCB ആൾക്കാർ ഇവിടെ വന്നിട്ട് നമ്മളെ മീറ്റർ മാറ്റി വെച്ച നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്താണ് കെടുത്തിയതൊക്കെ ലൈറ്റൊക്കെ? എന്താ നിങ്ങള് കാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കറണ്ട് ബില്ല് ആരും അടക്കപ്പൊ കണ്ടില്ലേ? പുതിയ നിയമം വന്നത് രാവിലെ 6 മണി തൊട്ടിട്ട് വൈകുന്നേരം 6 മണി വരെ ഒരു ബില്ല് 10% അത്ര കൂടുതൽ. 6 to 10 വരെ 25% കൂടുതൽ. രാത്രി നമ്മളൊക്കെ ഉറങ്ങണ സമയത്ത് കൂടുതലും ഇല്ല. ആ സമയത്ത് ഏതു ആപ്പ ഈ കറണ്ട് ഇടുന്നത്? മക്കളെ എങ്ങക്ക് അറിയോ? വാപ്പച്ചി രാവിലെ 7 മണിക്ക് പാർക്കിൽ പോയിട്ട് ഒരു ട്രിപ്പ് കിട്ടുമ്പത്തിന് എത്ര സമയം എടുക്കും അറിയോ? വൈകുന്നേരം 10 മണിക്കപ്പോ വാപ്പച്ചി വന്നിക്കണത്. ഒരു 500 ഉറുപ്യ കയ്യിൽ വരാൻ വേണ്ടിട്ട് വാപ്പച്ചിന്റെ മുതു ഓടിയണം. അപ്പൊ നിങ്ങളല്ല ഇതൊക്കെ നോക്കണ്ട. ഈ ലൈറ്റ് ഒക്കെ ഇട്ടുങ്ങാണ്ട് KCB ബില്ലാണെങ്കിൽ വരുമ്പോ നമ്മൾ ബോധം കെടുകയാണ്. ഇപ്പത്തെ ഈ നിയമം ഇങ്ങനെ. അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ടാക്സ് ഇതൊക്കെ പാടൊരു ഓട്ടോറിക്ഷക്കാരനല്ലേ വാപ്പച്ചി? നിങ്ങൾ ഇതൊക്കെ ഒന്ന് കണ്ടറിയണ്ടേ? എന്നാ ഞാനേ ഈ ലൈറ്റുകളൊക്കെ എടുത്താണ്. എന്താ അത്ര ബില്ല് വരികയെന്നുള്ളത് ആർക്കറിയാം? അടുത്ത മാസം ബില്ല് വരുമ്പോ മനുഷ്യന്റെ ഊരൊടി. ഈ റൂമിലും ഇട്ടുക്കൊള്ളു. ഇങ്ങോട്ട് കാട്ടിക്കാം മെഴുകുതിരി. എന്നാ ഈ പണ്ടത്തെ മാരത്തെ ജീവിതം ആയിക്കോട്ടെ നമുക്ക്. നിങ്ങക്കേ പാപ്പച്ചിന്റെ അടങ്ങാറ് അറിയില്ല. ഇനി ഇവിടെ കറണ്ടും വേണ്ട, ഓരോ ഒലക്കും വേണ്ട. എവിടുന്ന് അത് ഇന്നെ കൊണ്ട് ഇതൊക്കെ പാടെ നടത്താൻ കഴിയും? നിങ്ങൾക്ക് ഈ മെഴുകുതിരി കത്തിച്ചോളി. ഒന്ന് ബടി ഇരിക്കട്ടെ. കറണ്ട് ബില്ല് അടച്ചിട്ടേ ഇതിന്റെ ഓരോ ഒടിയലും നടത്തിക്കും. എനിക്ക് വയ്യ. ചൂട് കാലത്ത് ഓട്ടോറിക്ഷ പതക്കാൻ നിന്നിട്ട്. പുറത്തും വേണ്ട ലൈറ്റ്, ഒന്നും വേണ്ട. ഒരു ലൈറ്റും വേണ്ട. പണ്ടത്തെ കാലത്തൊക്കെ ഇവിടെ മനുഷ്യന്മാര് ലൈറ്റ് ഉണ്ടായിട്ടാ ജീവിച്ചിരുന്നത്. ചിമ്മിണി അണക്കല്ല കത്തിച്ചീന്. ഈ പാവപ്പെട്ട ഓട്ടോറിക്ഷക്കാരായിട്ടാ KCB കളിക്കണ്. അരെ ഇങ്ങനെ മനുഷ്യനെ കാർന്ന് ജീവിക്കണ നിയമം കൊടുന്നു കഴിഞ്ഞാലേ മനുഷ്യന് ജീവിക്കണ്ടേ? മതിഞ്ഞിങ്ങനെ എന്താ ചെയ്യാ? അജനാസ അതുകൊണ്ടൊന്ന് ഒന്ന് മിന്നി കാട്ടിക്കാം. ഇനി ഇത് മതി. ഇതൊക്കൂല. ഇതിനും വലിയൊരു സുഖം വേറെ ഒന്നുമില്ല. നമ്മള് തെണ്ടിക്കണത് ഗവൺമെന്റിന് കൊടുക്കണ എന്തിനാ?